നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. സമഗ്രം സമ്പൂർണ്ണം. ടീം ഇന്ത്യയുടെ ആദ്യ ദിവസത്തെ ആധിപത്യത്തെക്കുറിച്ച് അതേ പറയാനുള്ളൂ. യെസ്, ഒരു പുതിയ ഇറയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പടിയിറങ്ങി, കിങ് കോഹ്ലി പടിയിറങ്ങി. ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിൽ പോയിട്ട് വലിയ ചലഞ്ച് നേരിടേണ്ടി വരുന്നു. എങ്ങനെയാവും കാര്യങ്ങൾ? ഒരു ആശങ്കയും വേണ്ടെന്ന കൃത്യമായ സൂചനയാണ് ആദ്യ ദിവസത്തിൽ നമുക്ക് ലീഡ്സിൽ നിന്ന് ലഭിക്കുന്നത്. മനോഹരമായിട്ട് കളിച്ചു. യശസ്വി ജയ്സ്വാളിൻ്റെ സെഞ്ചുറി, പിന്നാലെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിൻ്റെ സെഞ്ചുറി, വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെ പൊളിച്ചടുക്കിയ പ്രകടനം, അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി, രാഹുലിൻ്റെ മനോഹരമായ തുടക്കം. ആകെ ഒരു നിരാശ സായ് സുദർശൻ ഡക്കായി എന്നുള്ളത് മാത്രമാണ്. സമഗ്രം സമ്പൂർണ്ണം. ടീം ഇന്ത്യയുടെ ആധിപത്യമാണ് നമ്മൾ ഇംഗ്ലണ്ടിലെ ആദ്യ ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തിൽ കണ്ടത്. കളിയിലേക്ക് വന്നാൽ യശസ്വി ജയ്സ്വാളും രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് കൊടുത്തത്. ലഞ്ചിന് തൊട്ട് മുമ്പാണ് രാഹുൽ പുറത്താകുന്ന 91 റൺസ് അപ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ എത്തിയിരുന്നു. ആദ്യ സെഷൻ ഒരല്പം ബുദ്ധിമുട്ടാകുമെന്നായിരുന്നു എല്ലാവരും നിരീക്ഷിച്ചിരുന്നത്. ആദ്യം ബൗളിങ്ങിന് അനുകൂലമാകും, പിന്നെ പിച്ച് ഫ്ലാറ്റായിട്ട് മാറും എന്നതൊക്കെയായിരുന്നല്ലോ വിദഗ്ധരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ടോസ് ലഭിച്ച് ഇംഗ്ലണ്ട് ബൗൾ ചെയ്തപ്പോൾ പണി പാളിയോ എന്നൊരു തോന്നലായിരുന്നു. എന്നാൽ ഒരു പാളലുമില്ല. കാര്യങ്ങൾ വളരെ സ്റ്റഡി ആയിട്ട് കൊണ്ടുപോയി യശസ്വി ജയ്സ്വാളും രാഹുലും. ആദ്യ മണിക്കൂറിൽ 44 റൺസ് വിത്തൗട്ട് വിക്കറ്റ്. അപ്പോൾ തന്നെ നമ്മൾ സെഷൻ പകുതി വിജയിച്ച് കഴിഞ്ഞിരുന്നു. പിന്നീട് അവസാനത്തിലാണ് രാഹുൽ വീഴുന്നത്. 78 പന്തിൽ നിന്നിട്ട് അദ്ദേഹം 8 ഫോറുകളുടെ സഹായത്തോടെ 42 റൺസാണ് അടിച്ചത്. ബ്രൈഡൻ കാർസിൻ്റെ പന്തിൽ ജോ റൂട്ട് പിടിച്ച് പുറത്തായി. അങ്ങനെ ആ സെഷൻ്റെ ഒടുവിലാണ് അദ്ദേഹം പോയത്. പക്ഷെ പിന്നാലെ സായ് സുദർശൻ പോയതാണ് വലിയ ഒരു ഞെട്ടലുണ്ടാക്കിയത്. അദ്ദേഹത്തിൽ നിന്ന് മികച്ച ഒരു പ്രകടനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ലെഗ് സൈഡിൽ പോയൊരു പന്ത് അത് പോയി തോണ്ടി അദ്ദേഹം പുറത്താവുകയായിരുന്നു. എന്തായാലും അത് ഡെബ്യൂവിൻ്റെ ഒരു വലിയ നെർവസ്നെസ്സും മറ്റുമൊക്കെ ആയിരിക്കണം. കാരണം പയ്യൻ അടുത്ത ഇന്നിങ്സിൽ ഈ കളിയിൽ തന്നെ അടുത്ത ഇന്നിങ്സിൽ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പിന്നാലെ ശുഭ്മൻ ഗില്ല് വരുന്നു. യശസ്വി ജയ്സ്വാളും ഗില്ലും ചേർന്നുകൊണ്ടുള്ള മികച്ചൊരു കൂട്ടുകെട്ടിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മനോഹരമായിട്ട് രണ്ടുപേരും കളിച്ചു. പിന്നെ യശസ്വി ജയ്സ്വാൾ പുറത്താക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വക സെഞ്ചുറി പിറന്നിരുന്നു. 158 പന്തുകളിൽ നിന്ന് 16 ഫോറും ഒരു 6 അടക്കം അദ്ദേഹം 101 റൺസാണ് അടിച്ചത്. അതേസമയം ഗില്ലിന് കൂട്ടായിട്ട് ഋഷഭ് പന്ത് വന്നു. ആ പോക്ക് പിന്നീട് അങ്ങോട്ട് ഒരു നീണ്ട കൂട്ടുകെട്ടായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ഗില്ലിൻ്റെ സെഞ്ചുറി നമ്മൾ പിറക്കുന്നതിന് സാക്ഷ്യം വഹിച്ചു. 175 പന്തുകളിൽ നിന്ന് 16 ഫോറും ഒരു 6 അടക്കം 127 റൺസാണ് അദ്ദേഹം ക്രീസിൽ നിൽക്കുന്നു. ഋഷഭ് പന്ത് 102 പന്തിൽ നേരിട്ട് 6 ഫോറും 2 6 അടക്കം 65 റൺസുമായിട്ട് കിടിലൻ പ്രകടനവുമായിട്ട് അദ്ദേഹവും ക്രീസിൽ നിൽക്കുന്നു. ടീം ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ ഇപ്പോൾ 359 റൺസാണ്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 359 റൺസ്. 85 ഓവറുകൾ എറിഞ്ഞ ദിവസമാണ്. ഇതിൽ രണ്ടാമത്തെ സെഷനിലും മൂന്നാമത്തെ സെഷനിലും 4 റൺസിലധികം പെർ ഓവർ റൺ റേറ്റിൽ ടീം ഇന്ത്യ കളിക്കുകയും ചെയ്തു. അങ്ങനെ മികച്ച രൂപത്തിൽ തന്നെ ദിവസം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന് വേണ്ടി ബ്രൈഡൻ കാർസ് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ ക്യാപ്റ്റൻ സ്റ്റോക്സ് ആണ് 2 വിക്കറ്റുകൾ വീഴ്ത്തിയത്. പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ കയ്യിലാണ് ഇപ്പോൾ ഈ കളിയുള്ളത്. നാളത്തെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആദ്യ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൂട്ടുകെട്ടിനെയും മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വലിയ സ്കോറിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും. കാത്തിരിക്കാം ഇന്നത്തെ നല്ലൊരു പ്രകടനത്തിന്. ഈ വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.